ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് ഈവനിങ് നമുക്കൊന്ന് പുറത്ത് പോയി വന്നാലോ? നമ്മളിവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ വേറെ സ്ഥലത്ത് പോകാനും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദമിന് വയ്യാത്ത കാരണം നമ്മൾ അങ്ങോട്ട് പോയില്ല. നമ്മളുടെ അടുത്തുള്ള ഒരിക്കലും പോകാമെന്ന് വിചാരിച്ച്. കാരണം ബാക്കിയുള്ളവർ വെറുതെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ പറഞ്ഞാണ്. അപ്പോൾ പിന്നെ കുട്ടികൾ കേട്ടപ്പോൾ പിന്നെ ഇവിടെ ഭയങ്കര കരച്ചിലും വാശിയൊക്കെ ആയിട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, കുട്ടികളെ ഒരിക്കലും അങ്ങ് നേരെ നടന്നു കേട്ടോ. ഇനി നടന്നു പോകാനുള്ളതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. എന്നാലും കുട്ടികളുടെ നടന്നു പോലെ കുറച്ച് ടാസ്ക് തന്നെ ആയിരുന്നു കേട്ടോ. ചെയ്യാ നല്ല ദിവസമാണ്, നല്ല തിരക്ക്, ചെറിയ തിരക്കൊന്നുമില്ല. നമുക്കുള്ളത് എവിടെയെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ സ്വന്തം നാലുമണിക്കാറ്റിൽ തന്നെ കേട്ടോ. നമ്മളിവിടെ അടുത്ത് തന്നെയാണ് നാലുമണിക്കാറ്റ്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും, കാരണം ഞാൻ മിക്കപ്പോഴും പോണ ഒരു പ്ലേസാണ് നമ്മൾ നാലുമണിക്കാറ്റൊക്കെ ഇടാം. ഞങ്ങളിവിടെ ചാവക്കാട് കുറേ നല്ല നല്ല പ്ലേസുകളുണ്ട് ഗൈസ് കാണാൻ പറ്റുള്ളത്. അപ്പോൾ ഞാൻ അവിടെ വന്നപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവരൊന്നും ഞാൻ അങ്ങനെ കണ്ടില്ല. ഒന്നോ രണ്ടോ പേരെ കണ്ടു, ബാക്കി ഒരുപാട് നല്ല തിരക്കുണ്ടായിരുന്നു. ആ തിരക്ക് ഒരു താത്താനെ കൊല്ലത്തുള്ളവരൊക്കെ കേട്ടോ ഞാൻ കണ്ടത്. പിന്നെ ആദ്യത്തെ പോലെ അല്ല കേട്ടോ, ഇവിടെ പ്രയർ റൂമും ഫീഡിങ് റൂം, അതുപോലെ ഒന്നു കൊടുക്കാനുള്ള സൗകര്യം, ടോയ്ലറ്റ് പിന്നെ ആദ്യമേ ഉണ്ടായിരുന്നു. അങ്ങനത്തെ നല്ല സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ നാലുമണിക്കാറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. എത്ര സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്നിട്ടില്ലെന്ന് അറിയും. ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു താത്താനെ പരിചയപ്പെട്ടു. ഇത്ത കൊല്ലത്ത് നിന്നാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എന്നോട് എവിടെ വീടെന്ന് വെച്ചാൽ ഇവിടെ അടുത്താണ്, നടന്നിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടികളായിട്ടാണോ എന്നൊക്കെ എന്നെ ചോദിച്ചു. മോനെ പിന്നെ അടിയിൽ കൊട ഇറങ്ങാൻ സൗകര്യം ഉണ്ടായിട്ടാണോ മേലെ കൊട ഇറങ്ങി ആണോ? ഇതാണ് ശരിക്കുള്ള വഴി, അതല്ല. ശരി, ആ മോനോട് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നെ അവൻ കയറിയില്ല കേട്ടോ. കാരണം അവൻ ചെയ്യുന്ന കണ്ടാൽ പിന്നെ അപ്പം അതിൻ്റെ ബാക്കിൽ ഓരോ കുഞ്ഞുമക്കളായി ചെയ്തിട്ട് വരും. പിന്നെ അവർ കെട്ടിമറിഞ്ഞ് വീഴും. പിന്നെ അതാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായിട്ടോ. എല്ല ബേബിക്ക് ഒരു കണ്ണും മൂക്കില്ല. അവലെ അമ്മി റോട്ടിക്ക് നമുക്ക് നടക്കാൻ വയ്യ. അവനോട് ബാബി പറഞ്ഞ നടക്കട ഉമ്മച്ചിട്ട് മോനിൽ നിന്നൊക്കെ ഏതോ കാലത്ത് വീണ് പൊട്ടി കാലിൻ്റെ പാടൊക്കെ കാണിച്ചിട്ട് വയ്യ ഉമ്മച്ചിയെ വേദന എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇറങ്ങാത്ത അവന് ഇവിടെ വന്നപ്പോൾ മഷിട്ടിട്ട് പോലും നോക്കിയിട്ട് കാണുന്നില്ല. അമ്മാതിരി ബിസി ആയിരുന്നു കുട്ടി കേട്ടോ. അപ്പോൾ പിന്നെ മറ്റാൾ ഭയങ്കര എന്താ പറയുക, എല്ലാവരെയും സഹായിക്കാനുള്ളൊരു മനസ്സും കൂടി ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ കാണാതിരിക്കരുത്. കണ്ടില്ലേ, 3 പേര് കൂടി വന്നപ്പോൾ 2 പേരെയും കയറ്റി വിറ്റതിന് ശേഷം എൻ്റെ മോനും കൂടി ആയിക്കോട്ടെ ഇറങ്ങി വന്നത് കേട്ടോ. എന്താണില്ലേ മനസ്കൃതം, കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് അങ്ങട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ആദമിനെ കണ്ടത് കേട്ടോ. ആദമിനെ പാരഡിക്ക് ചെറുതായിട്ട് എന്താണെന്നറിയില്ല, ഡോക്ടറടുത്തൊക്കെ പോയി. അപ്പോൾ കിടത്തത്തിൽ പറ്റിയതായിരിക്കും, കിടത്തത്തിൽ തന്നെ മാറും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവൻ്റെ പാരഡി എന്തോ തിരിക്കാൻ നമുക്ക് തീരെ പറ്റണില്ല, ഭയങ്കര വേദന, ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. ഹോസ്പിറ്റലൊക്കെ പോയി പിന്നെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഇതിൻ്റെ ഇടയിൽ രാവിലെ അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആണ് ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ പരടി വയ്യാത്തന്നെ ഇങ്ങനെ വെച്ച് നടക്കണം. പക്ഷേ മൂപ്പരാൾക്ക് കളിക്കാൻ പറ്റിയാലൊക്കെ മൂപ്പരാൾ കയറി കളിക്കുന്നുണ്ട്. പിന്നെ മൂപ്പരാൾക്ക് അവിടെ ഒരു കണ്ണിൽ എന്താ മറ്റേ വേറെ ഒരു ഗെയിം പുതിയത് അവിടെ ഉണ്ട് കേട്ടോ. അതിൽ കയറണമെന്നുണ്ട് കുറേ നടന്നത്, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. പിന്നെ മൂപ്പരാൾക്ക് എന്താ പറയുക, ഒരു സാധനം ആവശ്യമുണ്ടായിരുന്നു, അതിനൊരു വാശി പിടിക്കേണ്ട കേട്ടോ. ഇപ്പോൾ കണ്ട് ഞങ്ങളെ കണ്ടത് ഇറങ്ങി പറഞ്ഞോളൂ. ഓജില അതവിടെ ഓടി കളിക്കുന്നു, എല്ലാം അതെ ഇവിടെ ഇരുന്ന് കളിക്കുന്നു. അമ്മിയോ അമ്മി ഇതേ ഓടി കളിക്കുന്നു. എന്റെ മോ മാത്രം ഐസ്ക്രീം വേണം എന്നിട്ട് കറക്റ്റ് കൊടുക്കും. പിന്നെ നമ്മുടെ എല്ല ബേബിക്ക് ഈ ഒരു സംഭവത്തിൽ കയറാൻ ഭയങ്കര ഇഷ്ടമായിട്ട്. അവൾക്ക് ഇതിന് മുൻപ് ഇപ്പോഴൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് വന്ന ടൈമിൽ അവൾക്ക് ഇതിൽ കളിച്ചിട്ട് പിന്നെ ഒരു ഭയങ്കര പേടിയിരുന്ന ഒരു അവസരം കേട്ടോ. പിന്നെ ആദമിനായിട്ട് കയറി, പിന്നെ അവൾ അങ്ങനെ സെറ്റായിട്ട് ഇപ്പോൾ അവൾക്ക് വലിയ പേടിയൊന്നുമില്ല. അവളിപ്പോൾ എല്ലാത്തിലും കയറി കേട്ടോ. അവൾ എന്നെപ്പോലെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നിനും മടിയില്ല അവൾക്ക് എല്ലാ കാര്യത്തിലും അവൾ മാഷാ അല്ലാഹ് ഓക്കെ ആണ്. അല്ല പക്ഷെ വലുതായാലും ഇങ്ങനെ തന്നെ ആക്കി തട്ടെ. ആണായാലും പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഇപ്പോഴത്തെ കാലത്ത് നല്ല തൻ്റെയും സാമർത്ഥ്യം എല്ലാം വേണം. അതില്ലെങ്കിലുണ്ടല്ലോ അസല് പണി കിട്ടും. പണ്ടൊക്കെയാണ് ഈ സാമർത്ഥ്യം ഇല്ലാത്തവരും മിണ്ടാണ്ടിരിക്കുന്നവർക്കൊക്കെ കാര്യം ഉണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ കാലത്തൊക്കെ നല്ല സാമർത്ഥ്യം വേണം. എന്തിനും എന്താ പറയുക, ഒരു ഇത് വേണം, അല്ലെങ്കിൽ ഒന്നും ഒരു കാര്യമല്ല ഇപ്പോഴത്തെ കാലത്ത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്?
പിന്നെ അതിപ്പോൾ ഒരു പാവമാണ് കേട്ടോ. അതിന് ഒരു ഇതുമില്ല, അതൊരു പാവം കുട്ടിയാണ്. പക്ഷെ എന്താ ഇപ്പോൾ കുറച്ച് വാശിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം നമുക്കൊരു വാശി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഭയങ്കര വാശിയും എന്താ പറയുക, അവിടെ ഏജിൻ്റെതാണെന്ന് തോന്നുന്നു കേട്ടോ. ആളാകെ ക്യാരക്ടറൊക്കെ അങ്ങനെ മാറിപ്പോൾ ആദമിൻ്റെ. ആ പഴയ ആദമേ അല്ലാതായി ഇപ്പോൾ. അവൻ്റെ ഏജിൻ്റെതായിരിക്കാം അല്ലേ. അവനിപ്പോൾ 5 വയസ്സായി. അപ്പോൾ കുട്ടികൾ ഓരോരോ വയസ്സാകുമ്പോൾ കുട്ടികൾക്ക് ഒരു മാറ്റം വരില്ല, അങ്ങനെ ആയിരിക്കാം അല്ലേ. ഇങ്ങോട്ട് വാ. എന്ത് സാധനം ഇവിടെ ഞാൻ പിടിക്കാൻ നിൽക്കണ്ടപ്പോൾ അവൾ ആദ്യമല്ലേ പോയി. ഇങ്ങോട്ട് വാ. Token number 1, token number 2, token number 3, token number 4. വായോ എവിടെ ചായ കേട്ടോ. ചായ കോഫി പീടിയല്ലേ. എല്ലാം മോള് വാ. കമാൺ. അവിടെ ഐസ്ക്രീം ആകടെ മേടിക്കണം. അങ്ങനെ ഇതേ സമയം ഒരുപാട് ലേറ്റ് ആയിട്ടോ. 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനും ബാബിയും കുട്ടികളും കൂടി ഇതാ പോവാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നത്. അപ്പത്തേനും ഇവിടെ പാട്ടുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓരോ രീതിയിൽ പാട്ടുകൾ കേൾക്കാം നിങ്ങൾക്ക്. എല്ലാം എന്ത് നല്ല കുട്ടിയായിട്ട് നടക്കണമൊക്കെ. ഹൗസിൽ കരയാൻ നിൽക്കുക, ആദം കരയാൻ നിൽക്കുക. വലിയ കുട്ടികളൊക്കെ കരയാ, ചെറിയ കുട്ടികളൊന്നും കരച്ചില്ല. സംഭവം ചോദിച്ചിട്ടായിരുന്നു കേട്ടോ. ആദം ഭയങ്കര സ്നേഹം. അവിടെ ഉള്ള കുട്ടികളിലൊക്കെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് അതാണ് ഞാൻ പറഞ്ഞത്, ആദമിൻ്റെ ക്യാരക്ടർ അങ്ങനെ മാറിയെന്ന് പറഞ്ഞാൽ. മറ്റേത് അവൻ എന്ത് കണ്ടാലും അവനെ ചോദിക്കില്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ അവനെ കൊണ്ടുപോകാൻ നമുക്ക് ഒന്നും വേണമെന്ന് അവനെ വാശി പിടിക്കുക, കരയുക. നമ്മൾ മേടിച്ച് കൊടുത്താൽ മേടിക്കും, അതായിരുന്നു അവന്. പക്ഷെ ഇപ്പം അവൻ അങ്ങനെയല്ല. അവനക്ക് വേണ്ട സാധനം അവൻ കരഞ്ഞ് മേടിപ്പിക്കലൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ. പക്ഷെ എൻ്റെ അടുത്ത് വല്ലാണ്ടൊന്നും നടക്കില്ല. പക്ഷെ മറ്റുള്ള ഇന്നിപ്പോൾ ഓസിലും അമ്മി എല്ലാവരും ഉണ്ടല്ലോ, അവരൊക്കെ കരച്ചിൽ തുടങ്ങിയപ്പോൾ എന്തായാലും അവരെ മുന്നിൽ നമ്മൾക്കൊന്നും നിന്നോടുക്കണ്ട വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും വേണ്ടില്ല, വരണോട് തെച്ച് കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. പിന്നെ എല്ലാവരുടെയും അമ്മയുടേതും കുറച്ച് ഞാൻ പറ്റിച്ച് മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓസിലും ആദമും പിന്നെ അവർ ഒറ്റക്കിരുന്ന് കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് തുള്ളി ചായ കുടിക്കാനായിരുന്നു. അപ്പോൾ എനിക്കല്ല, ഇന്ന് ഞാൻ ചായ കുടിക്കണില്ല കേട്ടോ. ഇന്ന് നമ്മൾ ബാബിയും കുട്ടീസൊക്കെയാണ് നമ്മളിന്ന് ചായ കുടിക്കാൻ പോകുന്നത് കേട്ടോ. ഞാനിന്ന് ചായ കുടിക്കണില്ല. നല്ല കട്ട്ലേറ്റും വന്നിട്ടായിരുന്നു, അതുപോലെ തന്നെ ചിക്കൻ റോളും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ ഐറ്റം ഇതാണ് കേട്ടോ, അവിൽ മിൽക്കാണ്. ഞാനിപ്പോൾ പൊതുവേ നല്ലൊരു ചായപ്രാന്തിച്ചായിരുന്നു. ഇപ്പം ഞാൻ കുറച്ചായിട്ട് ചായ കുറച്ചാണ്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാനിത് അവിൽ മിൽക്കാണ് കേട്ടോ. എവിടെ പോയാലും അവിൽ മിൽക്കാണ് ഞാൻ ഇപ്പോൾ പറയാറ്. അപ്പോൾ ഞാനിത് ഇവിടെ വന്നപ്പോൾ നല്ല അവിൽ മിൽക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇവിടുത്തെ അവിൽ മിൽക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടു. അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോണ്ട് ആദമിന് ചായ വേണമെന്ന് പറയണം. അവൻ അങ്ങനെ ചായ പൊതുവേ കുടിക്കാറില്ല കേട്ടോ. യെല്ലോ ബേബിയാണ് എൻ്റെ ചായ. ഞാൻ കുടിക്കുമ്പോൾ എൻ്റെ കൂടെ കുടിക്കാൻ ഒരാൾ പാർട്ട്ണറായിട്ട് എൻ്റെ യെല്ലോ ബേബിയാണ് ഉള്ളത്. പക്ഷേ ഇന്നിതേ നമ്മുടെ ആദം ഒറ്റയ്ക്ക് ഇന്ന് ചായ കുടിക്കണുണ്ടപ്പോൾ മാഷാ അല്ലാഹ് എന്ത് തോന്നി എന്ന് ഞാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നമ്മളെ കഴിക്കലെല്ലാം കഴിഞ്ഞു. നമ്മൾ നേരെ ഓട്ടോ വിളിച്ചിട്ടോ. ഇനി ഓട്ടോ വിളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു, കാരണം സമയം ഒരുപാടായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങളിത് ഓട്ടോ വിളിച്ച് പോകാമെന്ന്. നമ്മളൊരു യെല്ലോ ബേബിക്ക് ഇപ്പോഴൊരു സ്വഭാവമാണ്, ബസ്സിലായാലും ഓട്ടോയിലായാലും എല്ലാത്തിലും അവൾക്ക് ഒറ്റയ്ക്ക് കയറണം എന്നുള്ളത്. അതാണ് എനിക്കിപ്പോൾ 2 പേരെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ. കാരണം മറ്റു ഞാൻ പോലെ 2 പേരായിട്ട് എല്ലായിടത്തും പോയിരുന്നതാണ്. ഇപ്പോൾ എനിക്ക് ആദ്യത്തെ പോലെ എനിക്ക് പറ്റണില്ല, കാരണം യെല്ലോ ബേബി ഭയങ്കര ടാസ്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയുള്ള ഇഷ്ടം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.